ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സ്ത്രീത്വത്തെ അപമാനിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ചന്ദ്രയാൻ 3 ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ISROയിലെ ശാസ്ത്രജ്ഞർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. വിഗ്യാൻ രത്ന അവാർഡ് IIST മുൻ ഡയറക്ടർ പ്രൊഫസർ ജി പത്മനാഭൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്, ISRO ചെയർമാൻ S സോമനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് രാജ്യം നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരം. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ചന്ദ്രനെ തൊടുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ സ്വാധീനത്തിന് ഊന്നൽ നൽകിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യം ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ ഇറക്കിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോ റൂഡയുമായും ശ്രീ മോദി ഇന്ന് സംവദിക്കും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ന് ഔപചാരിക വരവേൽപ്പ് നൽകും. പോളണ്ടിലെ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കും. പോളണ്ടിലെ വ്യാവസായിക സാമൂഹിക പ്രമുഖരുമായും പ്രധാനമന്ത്രി സംവദിക്കും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലിനെ സിബിഐ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ വ്യക്തിഗത വിവരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഇന്ത്യയിലെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് കൈമാറുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുരന്ത മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾ. ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ സംഘമാണ് പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ പരിശോധന നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ വയനാട് ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണത്തിൽ സംബന്ധിക്കുകയും നിവേദനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. വൈകുന്നേരം പെരിങ്ങോം ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ പിണറായി വിജയൻ തുടർന്ന് CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസും ഉദ്ഘാടനം ചെയ്യും. വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ മേപ്പാടി ദുരന്ത ബാധിത മേഖലയിലെ യുവജനങ്ങൾക്കായി ഞങ്ങളുമുണ്ട് കൂടെ തൊഴിൽ മേളയ്ക്ക് നാളെ തുടക്കമാകും. കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിൽ രാവിലെ 10 മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കുന്ന ആപ്പ് തയ്യാറാക്കാൻ കേരള സർവകലാശാല നടപടി ആരംഭിച്ചതായി മന്ത്രി ആർ ബിന്ദു. സ്ലിപ്പ് കെ എന്ന ആപ്പിന്റെ രൂപമാതൃകാ റിപ്പോർട്ട് സർവകലാശാല അധികൃതർ മന്ത്രിക്ക് കൈമാറി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് നാഗർകോവിൽ സന്ദർശിക്കും. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം റോഡ് മാർഗം നാഗർകോവിലേക്ക് പോയി. ഇന്ന് രാവിലെ നാഗർകോവിൽ അമൃത സർവകലാശാല ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഇന്ന് വൈകിട്ട് സന്ദർശനം നടത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം മടങ്ങും. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്ര സഹമന്ത്രി ന്യൂഡൽഹിയിലേക്ക് പോകും. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 2030 സംസ്ഥാനത്തെ പേവിഷ വിമുക്തമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണ്. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡിന്റെ സഹായത്തോടെ കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന റാബിസ് ഫ്രീ കൊല്ലം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളി ജില്ലയിൽ റിയാക്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 113ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിലവിലുള്ള നിയമമനുസരിച്ച് മുന്നോട്ടു പോകുന്നതിൽ തടസ്സമില്ല. സർക്കാർ നയം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഇരകളുടെ മൊഴിയുടെ പകർപ്പ് സർക്കാരിന്റെ കൈവശമുണ്ടെന്നും എന്നിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത്തരം സംഭവങ്ങളുണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഭാരതീയ ന്യായ സംഹിതയുടെ 199ാം വകുപ്പിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീത്വത്തിനെതിരെയുള്ള കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി പ്രതിപക്ഷം രംഗത്തെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച് വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല കുണ്ടാണംകുന്ന് പണിയ സങ്കേതത്തിലെ വിജിലയാണ് മരിച്ചത്. ഞായറാഴ്ചയാണ് വിജില മരണപ്പെട്ടത്. രോഗലക്ഷണങ്ങളോടെ കോളനിയിലെ 10 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള 22കാരനും കോളറ സ്ഥിരീകരിച്ചു. കോളനിയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയോ നേരിയ മഴയ്ക്കോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോറി തൊഴിലാളി സമരം 6 ദിവസം പിന്നിട്ടതോടെ പാചകവാതക സിലിണ്ടർ ക്ഷാമം കാസർഗോഡ് ജില്ലയിൽ രൂക്ഷമായി. മംഗളൂരുവിൽ നിന്നും പാചകവാതക സിലിണ്ടർ എത്തിക്കുന്ന കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ഉപഭോക്താക്കളെ സമരം ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. 2 മാസം മുമ്പുണ്ടായ വേതന വർധന ഉടമ്പടി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കണ്ണൂർ മേഖലയിലെ പാചകവാതക ലോറി ഡ്രൈവർമാർ 16 മുതൽ സമരം തുടങ്ങിയത്. മേഖലയിലെ 44 ഏജൻസികളിൽ 5 ഏജൻസികളിൽ ഒഴികെ ബാക്കി 39 ഏജൻസികളിലും വിതരണം മുടങ്ങി. 5 ഏജൻസികളിൽ സ്ഥാപനം നേരിട്ട് സിലിണ്ടർ എത്തിക്കുമ്പോൾ ബാക്കിയിടങ്ങളിൽ ലോറി കോൺട്രാക്ടർമാർ വഴിയാണ് സിലിണ്ടർ എത്തുന്നത്. ലോറി സർവീസുള്ള ഏജൻസികൾ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യ വർധന അംഗീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസ് ജില്ലയിലെ സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുടെ കണക്ക് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പെട്രോളിയം കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മംഗളൂരുവിൽ തൊഴിലാളി പ്രതിനിധികളും കോൺട്രാക്ടർ പ്രതിനിധികളുമായി നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പോഷകബലം പ്രാണബലം സെമിനാറിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സാഹിത്യകാരി റോസ്മേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി. ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13കാരിയെ വിശാഖപട്ടണത്ത് നിന്ന് ഉടൻ കേരളത്തിലെത്തിക്കും. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ താമ്പരം എക്സ്പ്രസിൽ നിന്നായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. ആചാരപ്പെരുമയിൽ ആറന്മുള ഉത്രട്ടാതി ആചാര ജലമേള. പങ്കെടുത്തത് 26 പള്ളിയോടങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. പമ്പയുടെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മുഴക്കി ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് ആചാരങ്ങൾ പാലിച്ച് ഉത്രട്ടാതി ആചാര ജലമേള നടന്നു. ഇക്കുറി കന്നിമാസത്തിലെ ഉത്രട്ടാതി നാളായ സെപ്റ്റംബർ 18-ന് ആറന്മുള വള്ളംകളി നടക്കുന്നതിനാലാണ് ആചാരം നിലനിർത്താൻ പാർത്ഥസാരഥിക്ക് മുൻപിൽ 26 പള്ളിയോടങ്ങൾ ജലമേള നടത്തിയത്. 52 പള്ളിയോടങ്ങളാണ് ആകെയുള്ളത്. രാവിലെ 11-ന് ആറന്മുള സത്രക്കടവിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ 2 പള്ളിയോടങ്ങൾ വീതം പരപ്പുഴക്കടവിലെത്തി. ഇവിടെ നിന്നും തിരികെ മധുക്കടവിലെത്തി പൊതിയും പഴവും ക്ഷേത്രപ്രസാദവും പുകയിലയും ദക്ഷിണയായി സ്വീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 147 പോയിന്റ് ഉയർന്ന് 81,058-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് നേട്ടത്തിൽ 24,815-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ജോർദാനിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം റൌനക് ദഹിക്ക് വെങ്കലം. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രി ജെ. ചിഞ്ചുറാണി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ.
സ്ത്രീത്വത്തെ അപമാനിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.